ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നടത്തം ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ദിവസവും 30 മിനിറ്റ് നടന്നാൽ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ നമുക്ക് ഏത് സമയമാണ് അനുയോജ്യമായ സമയം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത് രാവിലെ അല്ലെങ്കിൽ രാത്രി നമ്മൾ 30 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത് നോക്കിയാലോ. പതിവായുള്ള നടത്തം ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. മാത്രമല്ല, രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയും നമ്മളുടെ പതിവായുള്ള നടത്തം കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല, പതിവായുള്ള നടത്തം നമ്മൾക്ക് ശരീരഭാരം നിയന്ത്രിക്കുന്നു. ശരീരത്തിലുള്ള നമ്മൾ പല തരത്തിലുള്ള കൊഴുപ്പുള്ള ഫുഡുകൾ, ഫാറ്റുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം ഈ ഫാറ്റി ഫുഡുകൾ ഒക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പം അത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കലോറി കൂടുതലുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് ശരീരഭാരം കൂടാനും അമിതവണ്ണം കൂടാനൊക്കെ കാരണമാകുന്നു. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്നതിലൂടെ നമ്മുടെ കലോറി അലിയിച്ച് കളയുകയും നമ്മുടെ ശരീരഭാരം കൂടാതെയും അമിതവണ്ണം വയ്ക്കാതെയും ഇത് നമ്മുടെ ശരീരത്തെ പരിരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് നമ്മുടെ സ്ഥിരമായുള്ള നടത്തം എന്ന് പറയുന്നത്. ഗ്യാസ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരവുമാണ് നടത്തം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരമായുള്ള നടത്തം നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ വിഷാദം എന്നിവയിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായുള്ള നടത്തം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് നിന്ന് നമ്മൾക്ക് മുക്തി തന്നെയാണ് ശരീരത്തിനുള്ള രോഗമുക്തി തന്നെയാണ് നടത്തം എന്നുള്ളത്. അതുകൊണ്ട് 30 മിനിറ്റെങ്കിലും നമ്മളത് രാവിലെയോ രാത്രിയോ നമുക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് നമ്മൾ നടക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലുകളും പേശികളെയും ബലപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. എല്ലുകൾക്ക് ബലം നൽകുകയും പേശികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, വേദനകളിൽ നിന്നൊക്കെ നല്ല ആശ്വാസവും ലഭിക്കുന്നു. കാലുവേദനയൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് നടന്നു കഴിഞ്ഞാൽ കാലുവേദനയിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ നമ്മൾ സ്ഥിരമായി നടക്കുന്നതിലൂടെ നമ്മുടെ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യമൊക്കെ വർദ്ധിക്കാൻ ഈ 30 മിനിറ്റ് ഉള്ള നടത്തം നമുക്ക് വളരെയധികം പ്രയോജനം തന്നെയാണ്. സ്ഥിരമായിട്ട് നമ്മൾ 1-2 ദിവസം നടന്ന് നിർത്താതെ സ്ഥിരമായിട്ട് അതൊരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. എല്ലാ ദിവസവും ഏർലി മോർണിംഗിൽ നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ആ ഒരു ദിവസത്തെ നമ്മുടെ ഉന്മേഷത്തോടെയും അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടും ഇരിക്കാനായിട്ട് നമുക്ക് നല്ല പീസ്ഫുൾ മൈൻഡോടുകൂടി നമുക്ക് ആ ഒരു ദിവസം ഫുള്ള് നമുക്ക് കൊണ്ടുപോകാനും നമുക്ക് അതിരാവിലെയുള്ള നടത്തം സഹായിക്കുന്നു. ഇനി രാവിലെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ രാത്രിയാണെങ്കിലും അരമണിക്കൂർ നമ്മൾ നടക്കാൻ ശ്രമിക്കുക. നമ്മുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പതിവായിട്ടുള്ള നടത്തം. അപ്പം എല്ലാവരും ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം. അതുവരേക്കും എല്ലാ